ജീവനുമായ യേശു നമ്മളെ പുനരുത്ഥാനം ചെയ്യിച്ച് തൻ്റെ കൂടെ പന്തിയിലിരുത്തുന്ന ആ നല്ലവനായ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. 40 ദിവസം നോയമ്പെടുത്തതിന് ശേഷം 40-ാം വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഈ ശനിയാഴ്ച കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച സംഭവം ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ കുർബാന പുത്തൻ കുർബാനയാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. 40 ദിവസം നോയമ്പെടുത്തിട്ട് 41-ാം ദിവസം ശനിയാഴ്ച നമ്മുടെ വിശുദ്ധ പിതാക്കന്മാർ ആർജിച്ചതായ ആത്മീയ നേട്ടങ്ങൾ നമ്മുടേതാകുവാൻ അവരെ നമ്മൾ അനുഗമിക്കുകയാണ്. ശനിയാഴ്ച പ്രഭാതത്തിൽ അവരെ പ്രാർത്ഥന ആരംഭിച്ചത് വളരെ മാതൃകാപരമായ പ്രത്യാശയോടുകൂടിയാണ്. പ്രഭാത പ്രാർത്ഥന തുടങ്ങിയപ്പോൾ എല്ലാവരും ഇല്ലായിരുന്നതുകൊണ്ട് പ്രഭാത പ്രാർത്ഥനയുടെ തുടക്കത്തിൽ നടത്തിയതായ പ്രാർത്ഥന ഒന്നുകൂടെ ആവർത്തിച്ച് ചൊല്ലി എല്ലാവരെയും അതിൽ സംബന്ധിപ്പിച്ചുകൊണ്ട് ആ അനുഭവം നമ്മുടേതാകാൻ നമ്മളിപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. എല്ലാവർക്കും ഈ പ്രാർത്ഥന ഏറ്റിയല്ല. മരണം പ്രാപിച്ച ഇഷ്ടനായ ലാസറിനെ ചീഞ്ഞ് 4 ദിവസം കഴിഞ്ഞ ശേഷം ജീവനുള്ള തൻ്റെ ശബ്ദത്താൽ ഖബറിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് പാതാളക്കുഴിയിൽ നിന്ന് കരയറ്റുകയും തന്മൂലം ലോകത്തിന് പുതിയ ജീവൻ സ്ഥിരപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, ഇപ്പോൾ പാപത്തിൽ മരിച്ചിരിക്കുന്ന ഞങ്ങളുടെ ദേഹികളെ പശ്ചാത്താപത്താലും അവിടുത്തെ സന്നിധിയിലേക്കുള്ളതായ മാനസാന്തരത്താലും ഉയർപ്പിക്കണമേ. അപ്പോൾ ലാസർ ഉയർത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഉയർക്കുന്ന ഒരു വശമുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ഉയർപ്പിൻ്റെ അനുഭവം നമുക്ക് വേണം. എല്ലാ ദിവസവും മരണം നമ്മിലുണ്ടാകുന്നുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? മോഹം ഗർഭം ധരിച്ച് പാപത്തെയും പാപം എടുത്തിട്ട് മരണത്തെയും പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസവമുറിയാണ് നമ്മുടെ ഹൃദയം. എല്ലാവരും പാപികളായതുകൊണ്ട് എന്നും മരിക്കുന്നുണ്ട്. പക്ഷെ മരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് വീണ്ടും ജീവൻ തരുന്നതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ നമുക്ക് കിട്ടിയ ജീവൻ പോയി. അത് ഒന്നിൽ യേശുവിൻ്റെ കാണും, അല്ലെ പാതാളത്തിൽ കാണും. പക്ഷെ അത് യേശുവിനിൽ ആയിരിക്കേണ്ടതാണ്. സ്വയത്തിൽ ആശ്രയിച്ച് ജഡമോഹത്താലും കൺമോഹത്താലും ജീവിതത്തിൻ്റെ പ്രഭാവത്താലും നമ്മൾ മരിച്ചുപോയ ഇന്നലെ വരെയുള്ള നമ്മുടെ പ്രാണക്കുട്ടികളെ കർത്താവിനെ ഉയർപ്പിച്ച് തൻ്റെ ഉള്ളിലാക്കാൻ ആഗ്രഹമുണ്ട്. യേശുവിൻ്റെ പേര് പുനരുത്ഥാനവും ജീവനും എന്നാണ്. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസത്തിൽ സ്വയാശ്രയത്തിൽ മോഹത്താൽ പാപത്താൽ മരിച്ച വശങ്ങളിൽ ദൈവശബ്ദം കേട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ കൂടെ ഇന്ന് പന്തിയിലിരിക്കും. ഇന്നത്തെ വിശുദ്ധ കുർബാന യേശുവിനോടത്തുള്ളതായ ഒരു സദ്യയാണ്, ഒരു വിരുന്നാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ ശനിയാഴ്ചത്തെ പ്രാർത്ഥനയുടെ സമാപന പ്രാർത്ഥനയും കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ എന്തെല്ലാം അനുഭവങ്ങൾ അവർക്ക് ലഭിച്ചു എന്ന് അത് അവിടെയും സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനയും കൂടെ നമുക്ക് ഏറ്റിയല്ല. കീറ്റുശീലകളാൽ കെട്ടപ്പെട്ടിരുന്ന ലാസറിനെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച മിശിഹാ തമ്പുരാനെ, ഗുണകരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പാപത്തിൻ്റെ നിന്ദ്യമായ ദുർവികാരങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ അഴിച്ചുവിടണമേ. ഇപ്പം ബന്ധനങ്ങൾ അഴിക്കുന്ന ദിവസവും കൂടിയാണ്. അപ്പം നമ്മളുടെ ദേഹി പാപത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആ മരിക്കുന്ന ആ ദേഹിക്ക് ബന്ധനം കൂടി ഉണ്ടാകുന്നുണ്ട്. ലാസറിനെ, മരിച്ചുപോയ ലാസറിനെ ബന്ധിച്ച് ചില വസ്ത്രങ്ങളൊക്കെ കൊണ്ട് ചുറ്റി പൊതിഞ്ഞ് കവറിൽ വെച്ചത്. പുനരുത്ഥാനം ചെയ്യുവാൻ യേശു ലാസറിൻ്റെ കല്ലറയ്ക്കൽ വന്ന് കരഞ്ഞ് കണ്ണുനീർ വാർത്ത് ലാസറേ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു. പക്ഷെ പുറത്ത് വന്നെങ്കിലും കെട്ടവിടെ ഇരിപ്പുണ്ടായിരുന്നു. കർത്താവ് കെട്ടഴിച്ചില്ല. അതാരാ ചെയ്തത്? ശിഷ്യന്മാരാ. അപ്പോൾ നമ്മൾ പാപത്തിൽ മരിക്കുമ്പോൾ നമ്മൾ മരിക്കുക മാത്രമല്ല, കെട്ടപ്പെടുകയും കൂടെ. പാപത്തിനകത്ത് മരണം മാത്രമല്ല, ബന്ധനവും ഉണ്ട്. അപ്പോൾ നമ്മൾ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ് പാപിയായതിനോട് കരുണയുണ്ടാകണമേ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥന കൊണ്ട് തന്നെ നമ്മുടെ മരിച്ച ദേഹിയുടെ മണ്ഡലം ഉയർത്തെഴുന്നേക്കുമെന്നാണ് പറയുന്നത്.
അതിനാധാരമായൊരു വേദഭാഗമുണ്ട്. അതെവിടെയാണെന്നറിയാമോ? 32-ാം സംഗതി. എൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ എൻ്റെ ക്ഷമിച്ചു തന്നു. അതുമാത്രമല്ല, മരിച്ച പ്രാണക്കുട്ടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പാപിയാണ്, എന്നോട് കരുണയുണ്ടാകണമേ, എന്നെ കൈവിടില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ മരിച്ച വശം ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ കെട്ട് അവിടെ ഇരിക്കും. കെട്ട് കർത്താവ് അഴിക്കുകയില്ല. അത് കർത്താവ് ശിഷ്യന്മാരെ ഏൽപ്പിച്ച പണിയാണ്. അപ്പോൾ ശിഷ്യന്മാരെ ഏൽപ്പിച്ച പണി അവരെ കൊണ്ട് തന്നെ കർത്താവ് ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങൾ കുമ്പസാരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ പാപം കർത്താവ് ക്ഷമിച്ചു. പക്ഷെ കെട്ട് അവിടെ ഇരിപ്പുണ്ട്. ആ കെട്ട് ശിഷ്യന്മാർ ചെയ്യേണ്ട പണിയാണ്. ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുള്ളൂ. ഇപ്പം ശിഷ്യന്മാരുടെ അടുത്ത് ഇപ്പം എങ്ങനെയാണ് പോകുന്നത്? ശിഷ്യന്മാരെ ആണ് ഈ പുരോഹിതന്മാരെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ പുരോഹിതന്മാർ നിങ്ങൾ കുമ്പസാരിച്ച് കഴിയുമ്പോൾ പാപിയാണെന്ന് പറയുമ്പോൾ തലയെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ പാപിയാണെന്ന് സംബന്ധിച്ച് പാപം ഏറ്റു പറഞ്ഞപ്പോൾ നിങ്ങളുടെ ലാസർ ഉയർത്തെഴുന്നേറ്റു. നിങ്ങളുടെ ദേഹിയാകുന്ന ലാസർ ഉയർത്തെഴുന്നു. പക്ഷെ കെട്ടും കൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കെട്ടഴിയട്ടെ എന്ന് ഞാൻ പറയുന്നു. ആര് പറഞ്ഞിട്ടാ? കർത്താവിൻ്റെ കൽപ്പന പ്രകാരം കെട്ടഴിയട്ടെ എന്ന് പറഞ്ഞാൽ അഴിഞ്ഞിരിക്കും. അതുകൊണ്ട് പുരോഹിതന് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരമാണ്. അപ്പോൾ തോമാസ് ലീഹയ്ക്ക് കിട്ടിയ അധികാരം കൊണ്ട് ഇന്ത്യയിൽ വരുന്ന അനേകരുടെ കെട്ടഴിച്ചു വിട്ടു. തോമാസ് ലീഹ കാതോലിക്ക ബാവായ്ക്ക് അധികാരം കൊടുത്തിരിക്കുന്നു. കാതോലിക്ക ബാവായ്ക്കും സുന്നതോസിലെ മെത്രാപ്പോലിത്തന്മാർക്കും അധികാരം കൊടുത്തു. അവരെ പട്ടം കൊടുക്കുന്ന പുരോഹിതന്മാർക്ക് അധികാരം കൊടുത്തു. അതുകൊണ്ട് പുരോഹിതൻ്റെ അടുത്ത് സംസാരിച്ചാൽ പാപമോചനം പൂർത്തീകരിക്കുകയുള്ളൂ. പാപമോചനവും സ്വാതന്ത്ര്യവും നിത്യജീവനും ഒക്കെ പൊതുവായിട്ട് വരണമെങ്കിൽ ഈ കയ്യിൽ കൂടി അഭിഷേകം. അതുകൊണ്ടാണ് എല്ലാ കുർബാനയ്ക്ക് മുമ്പ് കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. പാപിയാണെന്ന് ഏറ്റു പറയുന്നവരുടെ എല്ലാം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനം അഴിക്കുന്ന ശുശ്രൂഷയും കൂടിയാണോ എന്നുള്ള കാര്യം ഓർപ്പിക്കും. ആ വിശ്വാസത്തോടെ ചെയ്യാമെങ്കിൽ പാപത്താൽ മരിച്ച വശങ്ങൾ ഉയർക്കുക മാത്രമല്ല, ബന്ധനങ്ങൾ അഴിഞ്ഞ് സ്വതന്ത്രമായി കർത്താവിനോട് പന്തിയിലിരുന്ന് ആനന്ദിക്കാൻ സാധിക്കുന്നു. അങ്ങനെ പാപബോധമുള്ളവർക്ക് മരിച്ച വശം ഞങ്ങൾക്കൊണ്ട് അതിപ്പോൾ ഉയർത്തെഴുന്നേറ്റിട്ട് ഇവിടെ വന്നത്. പാപിയാണെന്ന് പള്ളിയിൽ പോകാൻ തീരുമാനിച്ചപ്പോഴേ കർത്താവ് നിങ്ങളായിരുന്നിടത്ത് വന്ന് നിങ്ങളെ ഉയർപ്പിച്ചിട്ടുണ്ട്. ദേഹിയുടെ മണ്ഡലം. പക്ഷെ കെട്ടവിടെ ഇരിപ്പുണ്ട്. കെട്ടഴിക്കണമെങ്കിൽ ആര് വരണം? സ്ലീഹന്മാർ വരണം. സ്ലീഹന്മാർ വന്ന അധികാരം കൊണ്ടാണ് പുരോഹിതന്മാർ കെട്ട് അഴിക്കുന്നത്. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കൽ, കോട്ടകൾ തകരും മോശകളഴിയും ആരാധനയെങ്കൽ, കെട്ടുകള വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 46 വരെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 11, തിരുവചനങ്ങൾ 28 മുതൽ. മാർത്ത തൻ്റെ സഹോദരിയായ മറിയാമിനെ രഹസ്യമായി വിളിച്ച് അവളോട്, നമ്മുടെ ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. മറിയാം അത് കേട്ട് വേഗം എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ ചെന്നു. യേശു അതുവരെയും ഗ്രാമത്തിൽ കിടക്കാതെ മാർത്ത അവനെ സ്വീകരിച്ച സ്ഥലത്ത് തന്നെയായിരുന്നു. അവൾ വേഗം എഴുന്നേറ്റ് പുറത്ത് പോയത് കണ്ട് വീട്ടിൽ മറിയാമിൻ്റെ അടുത്തിരുന്ന് അവളെ ആശ്വസിപ്പിച്ചിരുന്ന യഹൂദന്മാർ അവളെ അനുഗമിച്ചു. അവൾ കല്ലറയിലേക്ക് അരയുവാൻ പോയതാണെന്ന് അവർ വിചാരിച്ചു. യേശു നിന്നിരുന്നതായ സ്ഥലത്ത് മറിയാമെത്തി. അവനെ കണ്ടപ്പോൾ അവൾ കാൽക്കൽ വീണു. എൻ്റെ കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവളും കൂടെ ഉണ്ടായിരുന്ന യഹൂദന്മാരും കരയുന്നത് കണ്ടപ്പോൾ യേശു അസ്വസ്ഥനായി നെടുവീർപ്പെട്ടു. ദുഃഖം കൊണ്ട് യേശുവിൻ്റെ അന്തരംഗം നൊന്തു കലങ്ങി. യേശു അവരോട്, നിങ്ങൾ അവനെ എവിടെ വെച്ചു എന്ന് ചോദിച്ചു. അവർ അവനോട്, കർത്താവേ, വന്ന് കണ്ടാലും എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കണ്ണുനീർ ചൊരിഞ്ഞു. അത് കണ്ട്, നോക്കുവീൻ, ഇവൻ അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് യഹൂദന്മാർ പറഞ്ഞു. എന്നാൽ അവർ ചിലർ, ആ കുരുടൻ്റെ കണ്ണുകൾ തുറന്ന ഇവനെ അവൻ മരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. യേശു നടുവേർപ്പെട്ടുകൊണ്ട് കല്ലറയ്ക്ക് സമീപത്തെത്തി. ആ കല്ലറയൊരു ഗുഹയായിരുന്നു. അതിൻ്റെ വാതിക്കലൊരു കല്ലും വച്ചിരുന്നു. ഈ കല്ല് എടുത്തു മാറ്റുവീനെന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത അവനോട്, കർത്താവേ, മരിച്ചിട്ട് 4 ദിവസമായല്ലോ, ഇപ്പോൾ അഴുകിക്കഴിഞ്ഞിട്ടുണ്ട്, ദുർഗന്ധം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. യേശു അവളോട്, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് ചോദിച്ചു. അവർ ആ കല്ല് നീക്കി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ നീ എന്നെ അയച്ചു വന്ന് ഈ നിൽക്കുന്ന ജനസമൂഹം വിശ്വസിക്കേണ്ടതിന്
അവരെ പ്രതി ഞാനിത് പറയുന്നതാകുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ, ലാസറേ പുറത്തു വരിക എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകളും കാലുകളും തുണി കൊണ്ടും മുഖം തൂവാല കൊണ്ടും ബന്ധിച്ചിരുന്നു. യേശു അവരോട്, ഇവൻ്റെ കെട്ടുകൾ അഴിക്കുക, ഇവൻ പോകട്ടെ എന്ന് പറഞ്ഞു. യേശു പ്രവർത്തിച്ചത് കണ്ടിട്ട് മാർത്തയെയും മറിയെയും സന്ദർശിക്കുവാൻ വന്ന യഹൂദന്മാർ പലരും അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ പോയി യേശു ചെയ്തത് പരീശന്മാരെ അറിയിക്കുകയും ചെയ്തു. സ്വല്പസമയം ഇരിക്കാം. ലാസറിനെ ഉയർപ്പിച്ച ദിവസത്തിൽ വായിച്ചു കേട്ട തിരുവചനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചകൾ വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവുമായി ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ കൂടെ ഇരിക്കുവാനുള്ള ആ വേല ഇപ്പോൾ നമ്മൾ പൂർത്തിയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചീഞ്ഞു നാറിയ ലാസറിൻ്റെ കല്ലറയ്ക്കൽ കർത്താവെത്തി. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദം ഏത് ചെവി കൊണ്ടാണ് കേട്ടത്? ചീഞ്ഞു നാറിയിരുന്ന ആ ചെവി എങ്ങനെ യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു? ഇപ്പോൾ യേശുവിൻ്റെ സ്നേഹിതനായ ലാസർ യേശുവിനോട് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ വചനങ്ങളെല്ലാം ഹൃദയത്തിലുണ്ട്. യേശുവിൽ നിന്ന് കുറേ അകന്നിരുന്ന സമയത്താണ് ഈ അകാലമൃത്യു ഉണ്ടായത്. എല്ലാ ദിവസത്തെയും നമ്മുടെ പ്രാണൻ യേശുവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആ യേശുവിനെ ആ പ്രാണനിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ജീവൻ കടത്തിവിടാൻ കഴിവുണ്ടെന്നുള്ളൊരു കാര്യം ഓർപ്പിക്കുക. ലാസർ മരിച്ചെങ്കിലും ചീഞ്ഞു നാറിയെങ്കിലും ലാസറിൻ്റെ ആത്മാവ് യേശുവിൻ്റെ കയ്യിലുണ്ട്. ലാസറിൻ്റെ യേശുവിൻ്റെ കൂടെ നടന്ന ദിവസങ്ങളിലെ പ്രാണൻ യേശുവിൻ്റെ കയ്യിലുണ്ട്. യേശുവിനെ കൂടാതെ ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് മരണത്തിനിടയായതെന്ന് പറയുന്നത്. ലാസറിനെ കുറിച്ചുള്ള ചരിത്രം പറയുന്നത്, ലാസറിനെ പുസ്തകങ്ങൾ കയ്യെഴുത്ത് പ്രതി എഴുതി കൊടുക്കുന്ന ഒരു ഓഫീസ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പ്രിൻറ്റിങ് ഇല്ലായിരുന്ന കാലത്ത് പുസ്തകങ്ങളുടെ കോപ്പി എടുത്തു കൊടുത്ത് എഴുതി കൊടുക്കുന്ന ജോലി ഉണ്ടായിരുന്നു. അത് പലരോട് കോൺട്രാക്റ്റ് പിടിച്ച് വാങ്ങിച്ച് വെക്കുമായിരുന്നു. കൃത്യസമയത്ത് കൊടുക്കാൻ പലരെ കൂട്ടിന് ഇരുത്തുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ ഓഫീസിൽ സ്ത്രീ പുരുഷന്മാരായ ജോലിക്കാരുണ്ടായിരുന്നു. അവരോടൊപ്പം കുടിശ്ശിക പണികൾ തീർക്കാൻ വേണ്ടി രാത്രിയും പകലും ഇല്ലാതെ താൻ അധികം ജോലി ചെയ്ത് അതിനിടയിലാണ് ഈ രോഗം പിടിച്ച് മരിച്ചെന്നാണ് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, യേശുവിനെ കൂടാതെ ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തികളിൽ സ്വയാശ്രയവും ജഡമോഹവും കൺമോഹവും ജീവിതത്തിൻ്റെ പ്രതാപമൊക്കെ വന്ന് മരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശു നമ്മളെ രക്ഷിക്കാനായിട്ട് അകന്നുപോയവൻ അടുത്തു വരുമെന്നുള്ളൊരു പ്രത്യാശ നമുക്ക് ഈ വേദഭാഗം തരുന്നു. യേശുവിൽ നിന്ന് അകന്നിരിക്കുമ്പോഴാണ് നമുക്ക് പാപപ്രവൃത്തികൾ മരണത്തിൻ്റെ കെടുതികൾ ഉണ്ടാകുന്നെങ്കിൽ ഒരിക്കലും യേശുവിനെ വിട്ടൊന്നും ചെയ്യരുതെന്നുള്ളൊരു തീരുമാനം നമുക്കെടുക്കാം. യേശുവിനോടൊത്ത് എന്നും ജീവിക്കുവാൻ ജീവിത പങ്കാളിയായിട്ട് ഇമ്മാനുവേലിനെ നമുക്ക് തന്നു. ആ ഇമ്മാനുവേലിനോട് ചോദിക്കാതെ എങ്ങും പോകരുത്. ഇമ്മാനുവേലിൻ്റെ കൂടെ എല്ലാം ചെയ്യാമെങ്കിൽ പാപം വരുമെന്ന് പേടിക്കേണ്ട. യേശുവിൽ നിന്ന് നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പാപം കയറി വരുന്നതെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ യേശുവിനെ കൂടാതെ നമ്മൾ എവിടെയെല്ലാം പോയി, യേശുവിനെ കൂടാതെ എന്തെല്ലാം ചെയ്തു, അവിടെയൊക്കെയും പാപം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മരിച്ച വശമുണ്ട്. അത് ചീഞ്ഞുനാറിയ അവസ്ഥയിലാകാം. എങ്കിലും യേശുവിൻ്റെ ശബ്ദം കേട്ടാൽ അവിടെ ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് ചേരുമെന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. കർത്താവ് നമ്മൾക്ക് മാമോദീസായിൽ വിവാഹ നിശ്ചയം ചെയ്തിട്ട് വിവാഹ നിശ്ചയത്തിനിടയിൽ നമ്മൾ നഷ്ടപ്പെട്ട പ്രാണനെ ഇവിടെ വീണ്ടെടുക്കുന്ന വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെയായിട്ടാണ് ഈ വേല കർത്താവ് ചെയ്യുന്നതെന്ന് നിയമാവർത്തനം പുസ്തകം 7-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ പാലും തേനും ഒഴുകുന്ന ദേശം പുതിയ നിയമത്തിലെ പർദീസായുടെ സ്ഥാനം വഹിക്കുന്നു. പർദീസായുടെ നിഴലാണ് പഴയ നിയമത്തിലെ പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത നാട്. പുതിയ നിയമത്തിൽ നമുക്ക് ദൈവം തരാമെന്ന് പറയുന്ന വാഗ്ദത്ത നാട് പർദീസായാണ്. വലതുവശത്തെ കള്ളനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോട്. അപ്പോൾ ആ പർദീസായിലേക്കുള്ള നമ്മുടെ പോക്ക് എന്നും നടന്നുകൊണ്ടിരിക്കണം. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കയറുകയല്ല, കുറേശ്ശെ കേസ് തീരുന്ന പ്രാണനാണ് യേശുവിലേക്ക് കയറുന്നത്. കനാൻ ദേശത്തെ യോശുവായും കാലേബും ചേർന്ന് 2ാം തലമുറക്കാർക്ക് വീതിച്ചു കൊടുത്തു, അവകാശം കൊടുത്തു. പക്ഷേ അത് കുറേശ്ശെ ആകാവൂവെന്ന് ഒരു പ്രത്യേക വ്യവസ്ഥയുണ്ടായിരുന്നു. എത്രാം വാക്യത്തിലാണെന്നറിയാവോ? നിയമാവർത്തനം 7-ാം അധ്യായം 21, 22 വാക്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങളെ ദൈവം വാഗ്ദത്തം ചെയ്തതായി പാലും തേനൊഴുകുന്ന ദേശം കുറേശ്ശെയായിട്ട് അവകാശപ്പെടുത്തിയാൽ മതി. അത് ശത്രുവിൻ്റെ കയ്യിലിരിക്കുക, ആ കനാന്യ ദേശക്കാരുടെ കയ്യിൽ ഇരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ദൈവം തരാമെന്ന് വെച്ചെങ്കിലും അവിടെ നിന്ന് കുറേശ്ശെ മാറ്റി തരുള്ളൂ. എല്ലാം കൂടെ ഒന്നിച്ചിഞ്ഞ് വാങ്ങിക്കുകയാണെങ്കിൽ
ഇവരെല്ലാവരും കൂടെ പോയി ആ ദേശത്തുള്ള കാട്ടുമൃഗങ്ങളിൽ പ്രവേശിച്ച് ആ കാട്ടുമൃഗങ്ങൾ തിരിച്ചൊന്നവരെ ഉപദ്രവിക്കുമെന്നാണ് പറഞ്ഞത്. ഈ ശല്യം ഇപ്പോഴും ഉണ്ടാവും. നമ്മുടെ പ്രാണൻ 100 ആകാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? കാണിനെ മുഴുവനും കൂടെ ഒറ്റയടിക്കങ്ങ് രക്ഷിച്ചാൽ ഈ ഇറങ്ങിപ്പോകുന്ന ഭൂതമെല്ലാം കൂടെ അടുത്തുള്ള മൃഗങ്ങളെല്ലാം കയറിഞ്ഞ് വരും. പിന്നെ ഇരിക്കപ്രതി ഉണ്ടാകുകയില്ല. അടുത്ത കാട്ടുമൃഗമില്ല, മനുഷ്യരെ കാട്ടുമൃഗം പോലെ അങ്ങ് ആകും. അത് കുറേ കൂടെ കഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഓവർ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നാണ്. ഒത്തിരി വാക്തത്വങ്ങൾ, ആയിരക്കണക്കിന് വാക്തത്വങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അത് കർത്താവ് കുറേശ്ശേ തരുള്ളൂ. അവിടെയെല്ലാം ശത്രുവിൻ്റെ അവകാശങ്ങളുണ്ട്. അപ്പോൾ ശത്രുവിൻ്റെ അവകാശം തീർത്ത് കുറേശ്ശേ ദൈവരാജ്യം നമ്മളിലേക്ക് കയറ്റുകയുള്ളൂ. ഒറ്റയടിക്ക് കർത്താവ് ചെയ്യുകയില്ല. എത്ര വാക്യാണ്? അതൊന്ന് വായിച്ചാട്ടെ. ആ നിയമാവർത്തനം 7-ാം അധ്യായം. കുറേശ്ശേ. അതുകൊണ്ടാണ് കർത്താവ് 2ാമത് വരാൻ താമസിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ധ്യാനിക്കേണ്ടത്. കുറേശ്ശേ പ്രാണനം കിട്ടുകയുള്ളൂ. വായിച്ചോ? ആ ജാതികളെ നിന്റെ ദൈവമായ കർത്താവ് കുറേശ്ശെയായി നീക്കിക്കളയും. എന്നിട്ട് കുറേശ്ശെയായിട്ട് രാജ്യം നമുക്ക് അവകാശപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ സ്പീഡ് കൂടിയുള്ള കുഴപ്പം എന്നാന്ന് എഴുതിയിട്ടുണ്ട് അടുത്ത വാക്യത്തിൽ എന്നാ പറയുന്നത്? കാട്ടുമൃഗങ്ങൾ പെരുകി ഉപദ്രവമാകാതിരിപ്പാൻ അങ്ങനെ ഒരു പ്രമാണമുണ്ട്. പഴയ നിയമത്തിലെ വാഗ്ദത്ത നാട് കുറേശ്ശെയായിട്ടാണോ കിട്ടിയത്? ഒറ്റ ദിവസം അങ്ങ് കൊടുക്കുകയല്ലായിരുന്നു. അങ്ങനെ ഒറ്റ ദിവസം കൊടുത്തിരുന്നെങ്കിൽ മഹാശല്യം വന്നേനെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലെ പർദീസായുടെ അനുഭവത്തിലേക്ക് നമ്മുടെ പ്രാണക്കുട്ടികൾ മുഴുവൻ കയറണം. പ്രാണക്കുട്ടികളെ 100-നെയും കൂടി ഇപ്പം അങ്ങോട്ട് കയറ്റുകയാണെങ്കിൽ ഈ അവിടുന്ന് ഇറങ്ങുന്ന പിശാചെല്ലാം കൂടി അടുത്തുള്ള എല്ലാ പാമ്പിലും പന്നിയിലും കട്ടാനയിലും ഒക്കെ ചെന്ന് കയറി ഭയങ്കര ശല്യമായിരിക്കും. അങ്ങനെയാണ് വേണോ? പയ്യ മതി. ഇനി അടുത്തങ്ങ് കാട്ടുമൃഗങ്ങൾ ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്നാ? വീട്ടിലുള്ളവർ അയൽവക്കക്കാരും കാട്ടുമൃഗം പോലെ അങ്ങാവും. അതിനിപ്പം പഞ്ഞം വല്ലതും ഉണ്ടോ? അപ്പം അങ്ങനെയാണ് ഈ ലോകത്തിലെ മനുഷ്യരെ കാട്ടുമൃഗം ആക്കിക്കളയും. അപ്പോൾ അതൊക്കെ പയ്യെ ഇതൊക്കെ ചെയ്യാവൂ. സമയമായോ? ഇന്ന് എത്ര ഡിഗ്രി ചെയ്യണം, ഇന്ന് എന്തുമാത്രം ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ കാലത്തികവെങ്കിൽ കൃത്യ അളവിനെ ഇതൊക്കെ വാങ്ങിക്കാവൂ. വേദോത്സവത്തിലുള്ളതെല്ലാം ഒട്ടപ്പടി പെഞ്ഞോണ്ടിരിക്കോട് വേണമെന്ന് ആരും പറയാൻ പാടില്ല. ഇന്ന് എനിക്ക് വഹിക്കാവുന്ന അളവിൽ കർത്താവ് എന്നത് അനുവദിച്ചിരിക്കുന്നത്തോളം മതി. നാളെയും വേണം. കർത്താവിൻ്റെ വര നീട്ടി വെച്ചിരിക്കുന്നത് കാട്ടുമൃഗത്തിൻ്റെ ശല്യം ഇല്ലാത്തൊരു സമയം വരും. കാട്ടുമൃഗത്തിനെ എല്ലാം മാറ്റി നമ്മളെ ഇവിടുന്ന് പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന ഒരു സുദിനം വരാൻ പോകുന്നു. അപ്പോൾ ആ ഒരു സാവകാശം നമുക്ക് വേണം. നമ്മളെ ഇത്രയും നാളായിട്ടും കാട്ടുമൃഗത്തിൻ്റെ ശല്യം തീരാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? നമുക്ക് സ്പീഡ് കൂടുതല. ഇപ്പം എല്ലാം കൈയടക്കണമെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ വിശ്വസിച്ചതല്ല ഇപ്പം എനിക്ക് വേണം എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് അങ്ങ് പിൻവലിച്ചാലേ ഇന്ന് വരാമെന്ന് കർത്താവ് വെച്ചിരിക്കുന്നത് ശല്യമില്ലാതെ അനുഭവിക്കാമെന്ന് മതി എനിക്ക്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കുറേശ്ശെയായിട്ട് തരുന്ന ദൈവരാജ്യത്തിന് നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷ ഞങ്ങൾ അമിതമായ അത്യാഗ്രഹത്തോടെ, അമിതമായി അവിവേകത്തോടെ, പരിജ്ഞാനമില്ലാതെ ഞങ്ങൾ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാട്ടുമൃഗങ്ങളെ ശല്യം ഇതുവരെ തീർന്നിട്ടില്ല. അവരെ ഒന്ന് മാറ്റിത്തരണം. ഞങ്ങൾ മരിച്ച പ്രാണനെ എഴുന്നേൽപ്പിച്ചതിനുള്ളിൽ ആക്കുകയും വേണം. അങ്ങനെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് 100% ആയതിനു ശേഷം ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും തേജസ്കരണവും കണ്ണിമയ്ക്കുന്നതിനിടയിൽ സാധിക്കുമെന്നുള്ള പ്രത്യാശയും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ആത്മാക്കൾ രക്ഷപ്പെട്ട കർത്താവിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രാണൻ കുറേശ്ശെയായിട്ട് യേശുവിൽ കയറണം. അതുകൊണ്ട് ഞങ്ങൾ യാമപ്രാർത്ഥനയും ഇടപെടാതെയുള്ള പ്രാർത്ഥനയും ആരാധനയും കൂട്ടായ്മയും ധ്യാനവും ഒന്നും മുടക്കരുത്. ഇതെല്ലാം ഇടപെടാതെ ചെയ്താലേ കാലത്തുകെങ്കിൽ പ്രാണനെ മുഴുവനും പാഴുന്നതിന് ഒഴുകുന്ന ദേശമായ പർദീസയിൽ എത്തിക്കാൻ ഒക്കുമെന്നുള്ള കാര്യം നിങ്ങളെ പഠിപ്പിച്ച് നന്ദി പറയുന്നു. ഇതിൽ ഞങ്ങൾക്ക് പറ്റിയിരിക്കുന്ന എല്ലാ കുറവുകളും ഞങ്ങൾ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും ഈ രക്ഷയുടെ സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തേക്ക് ഇപ്പം നമ്മൾ വരികയാണ്. പുരോഹിതൻ പദവിയിൽ കയറി നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയം നിങ്ങളെല്ലാവരും നല്ലവണ്ണം നിൽക്കണമെന്നാണ് സ്തൗമൻ കാലോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ ശുശ്രൂഷക്കാരൻ പറയും നല്ലവണ്ണം നിന്ന് പ്രാർത്ഥിച്ചോണം, നല്ലവണ്ണം നിൽക്കേണ്ടടുത്ത് നിന്നോണം, നോക്കേണ്ടടുത്ത് നോക്കിക്കോണം. പഴയ നിയമകാലത്ത് പിറുപിറുപ്പ് കൊണ്ട് അഗ്നിസർപ്പങ്ങൾ കടിച്ച് അനേകർ വിഷം കയറി ചത്തപ്പോൾ അഗ്നിസർപ്പത്തെ ജയിക്കാൻ വേണ്ടി പിച്ചള സർപ്പത്തെ ഉയർത്തി അങ്ങോട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. യേശുവിൻ്റെ മുൻകുറിയായിരുന്നു ആ പിച്ചള സർപ്പം. അതാണ് ഈ കുരിശിൻ്റെ മുൻകുറിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ നോട്ടം ഈ കുരിശേലോ അല്ലെങ്കിൽ ഇവിടെയുള്ള കുരിശേലോ ഏതെങ്കിലും കുരിശേലായിരിക്കണം. ആ കുരിശിൽ നമ്മുടെ പ്രാണനെ രക്ഷിക്കുന്ന യേശു വന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും നോക്കാൻ പറ്റിയ വിധത്തിലാണ് എല്ലായിടത്തും കുരിശ് വെച്ചിരിക്കുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നല്ലവണ്ണം നിന്ന് കർത്താവേ, ഇന്ന് ഉയർത്തി നിൽക്കുന്ന പ്രാണനെ ഉയർപ്പിക്കാൻ ഞങ്ങൾ നിന്നിലേക്ക് നോക്കുന്നു. ഈ ത്രോണോസിൻ്റെ പുറയിലായി സിസ്റ്റർ ഫൗസ്റ്റീനായ്ക്ക് ലഭിച്ച ദർശനമാണ് കലാകാരൻ വരച്ചു വച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ചങ്കിൽ നിന്ന് ജീവജലവും
രക്തവും ഒഴുകിയതിൻ്റെ പ്രതീകമാണ് രണ്ട് തരത്തിലുള്ള പ്രകാശം. അവിടേക്ക് തന്നെ നിങ്ങൾ നോക്കിക്കൊണ്ട് നിന്നാട്ടെ. അപ്പോൾ നമ്മുടെ യേശുവിൻ്റെ ജീവജലം നമ്മളെ ജലത്തിൻ്റെ അരുവികളാക്കി മാറ്റും. യേശുവിൻ്റെ രക്തം നമ്മുടെ പാവങ്ങളെല്ലാം മുക്കിക്കളഞ്ഞ് നമ്മളെ ശുദ്ധീകരിക്കും. അങ്ങനെ നമ്മൾ മരിച്ച വശം ഉയർത്തെഴുന്നേൽക്കാനായിട്ട് നമ്മുടെ നോട്ടം സഹായകരമാണ്. അതുകൊണ്ട് സൗകര്യപ്രദമായ രീതിയിൽ യേശുവിൻ്റെ മുഖത്തേക്ക്, യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കി നിന്ന് നല്ലോണം നിന്നാൽ ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന വശമുണ്ട്. പക്ഷേ ഇന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കർത്താവ് ഉദ്ദേശിക്കുന്ന സ്ഥലം ആ പ്രാണൻ മാത്രം ഉയർത്താൽ മതി. ഉയർക്കാത്ത വശവും കാണും. അത് കാലത്തെങ്കിലേ ഉയർക്കുകയുള്ളൂ. ധൃതി കൂട്ടിയാലുള്ള കുഴപ്പം എന്താ? കാട്ടുമൃഗത്തിൻ്റെ ശല്യം വരും. അത് വേണ്ട കർത്താവേ. കാട്ടുമൃഗത്തിൻ്റെ ശല്യം ഉണ്ടാകുന്ന തരത്തിലുള്ള സ്പീഡിലൊന്നും വേണ്ട. കാലത്തെങ്കിൽ കുറേശ്ശെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കാലത്തെങ്കിൽ മിതമായി അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ശത്രുവിനെ ചവിട്ടി മെതിക്കുന്നതിനൊരു കാലമുണ്ട്. ശത്രുവിനെ ചവിട്ടി മെതിക്കാൻ ശത്രു നമ്മുടെ കാൽച്ചോട്ടി വന്ന് കിടക്കുന്ന കാലമുണ്ട്. റോമർ 16:20 വേഗത്തിൽ കാലിൻ്റെ കീഴെ ശത്രുവിനെ ചവിട്ടാൻ വന്നാൽ പിന്നെ ഉപദ്രവിക്കുമോ? നമ്മൾ ക്ഷമയോടെ അവസാനത്തോളം സഹിച്ചു നിൽക്കാമെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ളതെല്ലാം അവരെ ചവിട്ടുന്നില്ല, അല്ലെ അവർ ഉപദ്രവിക്കുന്നില്ല എന്ന് കണ്ട് ഇതെന്നാ ഉപദ്രവിക്കാത്തെന്ന് ചോദിച്ച് ചവിട്ടെന്ന് പറഞ്ഞ് കടന്നു തരുമെന്നാണ് പറയുന്നത്. അന്നേരം ചവിട്ടാവും. അതിനു മുമ്പ് പുറകെ ചെന്ന് അമിതമായി അവരെ ശല്യപ്പെടുത്തിയാൽ നമ്മൾ തിരിച്ചടിക്കും. അപ്പോൾ ഈ പരിജ്ഞാനത്തോടെ കാലത്തികമെങ്കിൽ അവസാനത്തോളം സഹിച്ചു നിന്നിട്ട് ചവിട്ടാൻ പാകമായി കാലിൻ്റെ കീഴേ വന്ന് കിടക്കുന്നതിന് മാത്രമേ ചവിട്ടാവൂ. അല്ലാത്തതിനെ ഓടിച്ചു വിടുകയോ അതിന് തീറ്റി കൊടുത്തു വിടുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. പകരം കൊടുത്തു വിടേണ്ടതായിട്ടൊക്കെ വരുന്ന പലതരത്തിലാണ് യുദ്ധം. ഈ കാര്യത്തിൽ നമുക്ക് പറ്റിയിരിക്കുന്ന ബുദ്ധിമോശം, നമുക്ക് പറ്റിയിരിക്കുന്ന പരാജയങ്ങൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇനിയും കാലത്തികമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം ഇവ അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ പിതാവിൻ്റെ കൂടെ മറഞ്ഞിരുന്നു കൊള്ളാം. പുത്രനെ 100% ഞങ്ങൾ കിട്ടുമ്പോൾ, പുത്രൻ പരിശുദ്ധാത്മാവിനെ 100% ഞങ്ങൾക്ക് തന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന അളവിൽ ഞങ്ങൾ പൊക്കോളാം. കർത്താവ് പറയുന്നത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുത്തുള്ളൂ. അല്ലാത്തൊന്നും ഞങ്ങൾ കയറുകയില്ല. നീ തരുമ്പോൾ മതി, തരുന്നിടത്ത് നിന്നെയാണ് ഞങ്ങൾക്ക് ആദ്യം വേണ്ടത്. അവകാശത്തെക്കാൾ അധികം കർത്താവിനെയാണ് അവകാശം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നല്ലവണ്ണം നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. സ്തോമൻകാലോ ശുദ്രവായിക്ക് സ്തുതി ആദ്യം നമ്മുടെ മേത്തിൻ്റെ കണ്ണേമനോ നീക്കുണ്ടായിക്കിട്ടെ. ആമേൻ. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം 41-ാം ദിനത്തിൽ ലാസറിൻ്റെ ശനിയാഴ്ച ദിവസത്തിൽ ഇന്ന് ഭാഗമായിരിക്കുന്ന പ്രാണക്കുട്ടികളെ കർത്താവ് മരണത്തിൽ നിന്ന് വിടുവിച്ച് ഉയർപ്പിച്ച് തൻ്റെ കൂടെ ഇരുത്തുന്ന സുദിനമാണ്. ഇതുവരെ ആയിട്ടും യേശുവിൻ്റെ കൂടെ ഇരുന്നിട്ടില്ലാത്തതും പാതാളത്തിലോ മരണത്തിലോ പിടിക്കപ്പെട്ട് കിടന്ന ചില വശങ്ങൾ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് യേശുവിലോട്ട് കയറാൻ പോകുന്ന ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ എല്ലാ ദിവസവും പുത്തൻ കുർബാനയാക്കാൻ സാധിക്കും. എല്ലാ ദിവസവും ആത്മാവിനെ അനുസരിച്ച് നമ്മൾ ആരാധിച്ചാൽ കൃത്യസമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. നമ്മളുടെ അവിവേകം കൊണ്ട് നമുക്ക് പല അപകടങ്ങൾ സംഭവിച്ചതിന് ക്ഷമ ചോദിക്കുകയാണ്. പരിശുദ്ധ മാതാവ് ഒത്തിരി നാൾ പ്രാർത്ഥിച്ചതാണ് സ്ത്രീയുടെ സന്തതി സർപ്പം വരെ ചതിക്കുന്ന കാര്യം ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നത്. ആ സ്ത്രീ ആരാണ്, ആ കുഞ്ഞാരായിരിക്കുമെന്ന് കാണാൻ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് നീ തന്നെയാണ് ആ സ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചിരിക്കുന്നു പറയും. അപ്പോൾ എല്ലാത്തിനും കാലത്തുകൊണ്ട് കാലത്ത് വരെ ക്ഷമയോടെ കാത്തിരിക്കണം. അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീർന്നത് എപ്പോഴാണ്? അബ്രഹാമിന് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ശരി അത്യാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? 75-ാം വയസ്സിലെ കുഞ്ഞിനെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ 75-ാം വയസ്സിലേ കുഞ്ഞിനെ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കുഞ്ഞിനെ കാണുന്നില്ല. സങ്കടമായി, ധൃതിയായ, ബദ്ധപ്പാടായി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ദൈവം തരാമെന്ന് പറഞ്ഞ കാലത്തെങ്കിലേ തരുള്ളൂ. 100-ാം വയസ്സിലാണ് കൊടുത്തത്. 75-ാം വയസ്സിലെ കൊടുത്തിരുന്നെങ്കിൽ ഈ അപ്പനോട് സഹകരിക്കാത്ത ഒരു മോനെ കിട്ടിയിരുന്നെങ്കിൽ സംഗതി കുഴഞ്ഞു പോയേനെ. ഏതാ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെക്കാൾ അധികം കുഞ്ഞിനോട് മമതയായി. ആ കുഞ്ഞുമായിട്ട് കളിയിരിപ്പുമായി, പ്രാർത്ഥനയും ധ്യാനമൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചാൽ കുഞ്ഞിനെ ബലി കഴിച്ചേക്കാൻ പറഞ്ഞു. 100-ാം വയസ്സ് കിട്ടിയിട്ട് പോലും അമിതമായ മമതയുണ്ടായി. ഏതാ ദൈവത്തെക്കാൾ അധികം ദൈവം ദാനമായിരുന്നു ഈ ഇസ്ഹാക്ക്. അതിനോട് അമിതമായ മമത വന്നപ്പോൾ അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം വന്നുകൊണ്ട് അതിനെ ബലികഴിക്കാൻ അത് കൃത്യസമയത്താണ് ഇസ്ഹാക്കിന് മനസ്സിലായി. ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ടുപോയി. ആരെയാ ബലി കഴിക്കുന്നു പറഞ്ഞോ? ദൈവം കരുതിക്കോളൂ എന്ന് പറഞ്ഞു. അവസാനം നീ തന്നെയാണ് ആടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, സമ്മതിച്ചിരിക്കുന്നു. വേണേ അവർക്ക് പിണങ്ങി പിരിയായിരുന്നു അവിടെ നിന്ന്. ഇതെന്നാ ദൈവമാണ്, ഒത്തിരി നാൾ കാത്തിരുന്നിട്ട് കിട്ടിയൊരു കൊച്ചാണ് നീ പറഞ്ഞല്ലോ. ഭക്തത്വ സന്തതിയെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചെടുക്കുമോ? അത് മാന്യന്മാർക്ക് ചേർന്നതാണോ?
കൊള്ളാവുന്നതാണ്. അതുകൊണ്ട് ദൈവമൊന്നുമല്ല പറഞ്ഞത് പേക്കനാവാം. അതുകൊണ്ട് എൻ്റെ അപ്പന് ഭ്രാന്ത് പിടിച്ചു, ഭക്തിഭ്രാന്ത് പിടിച്ച് ഏതാണ്ട് പേക്കിനാവ് കണ്ടിട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുക. ഇത് ശരിയാണോ? നല്ലവനായ ദൈവം പിള്ളേരെ കൊല്ലുമോ? നരഭോജിയാണോ? അതുകൊണ്ട് അവർ പിണങ്ങി പിരിയാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ പിണങ്ങിയോ? അപ്പൻ്റെ ദൈവം എൻ്റെ ദൈവം. അപ്പൻ്റെ ദൈവം എന്നെ തന്നെങ്കിൽ എടുക്കാനും അധികാരമുണ്ട്. തന്നവൻ എടുക്കട്ടെ. ഒന്നിൽ ഉയർപ്പിക്കാൻ കഴിയുന്നില്ല, വേറെ കൊച്ചിനെ തരും. ഏതെങ്കിലും സംഭവിച്ചാൽ പോരെ. അതുകൊണ്ട് ഞാനത് അംഗീകരിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവ് ആയത്. എന്നാൽ ഈ 75-നും 100-നും വയസ്സിനിടയിൽ വേറെ അപകടം സംഭവിച്ചു. ഹാഗാർ പറഞ്ഞു എന്നിൽ നിന്നൊരു സാറാ പറഞ്ഞു എന്നിൽ നിന്നൊരു കൊച്ചുണ്ടാകുന്ന ആ കാലം കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഈ വേലക്കാരത്തെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. ആ ദൈവത്തോട് ചോദിക്കാതെ അങ്ങനെ മൂളി. സംഗതി കഴിഞ്ഞു. കാലത്തികവത്തിന് മുമ്പിൽ ഒരു കൊച്ചിനെ കയറി എടുത്തു. ഹാഗാറിൽ കൂടെ ഒരു ഇഷ്മായിലിനെ തേടിയെടുത്തു. ആ ഇഷ്മായിലിൻ്റെയും ഹാഗാറിൻ്റെയും ശല്യം തീർന്നിട്ടുണ്ട് ഇത്ര നാളുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും ശല്യം ഈ ഹാഗാറിൻ്റെയും ഈ ഇഷ്മായിലിൻ്റെയും പിള്ളേരാണ്. എന്തിനാണ് നമ്മളെ കൊല്ലാൻ? നമ്മളെ ഞെരുക്കാൻ വേണ്ടി. വലിയ ആളുകളുണ്ടെങ്കിൽ ഞെരുക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ദൈവമക്കളെ ഞെരുക്കണമെങ്കിൽ ഇവർ വലിയ ആളുകൾ വരണം അല്ലേ? അപ്പോൾ അങ്ങനെ സമയത്തിന് മുമ്പേ കയറിയെടുക്കുന്നതൊക്കെ വലിയ ആളുകളൊക്കെ ആകും. പക്ഷേ അവരെ ദൈവമക്കളെ പീഡിപ്പിക്കുന്നവരായിരിക്കും. അപ്പോൾ ദൈവമക്കളെ പീഡിപ്പിക്കുന്ന മൃഗതുല്യരായിട്ട് അവർ മാറും. അവർ ധാരാളം എല്ലാ വീട്ടിലും എല്ലാ പള്ളിയിലും എല്ലാ കമ്മിറ്റിയിലും എല്ലാ പൊതുയോഗത്തിലും ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സമാധാനം സഭയ്ക്ക് ഇതുവരെയും ഉണ്ടാകാത്തത്. അതുകൊണ്ട് എനിക്ക് ഒന്നും ധൃതിയില്ല. ദൈവം തരുമ്പം മതി, തരുന്ന കാലത്ത് മതി. എത്ര കൊല്ലം നീണ്ടാലും ദൈവം നല്ലവനാ, ദൈവം നല്ലതേ തരുള്ളൂ. ഞാൻ വിചാരിക്കുമ്പോൾ നല്ല തരേണ്ടത്. ആ ഒരു മനോഭാവം വന്നില്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഭയങ്കരമായിരിക്കും. എത്ര നാൾ ഈ ഹാഗാറിൻ്റെയും ഇഷ്മായിലിൻ്റെയും ശല്യം സഹിച്ചെന്നറിയാം. പൊറുതി മുട്ടിയിട്ട് ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി ഹാഗാറുമാരും ഇഷ്മായിലുകാരും ഉണ്ട്. മനസ്സിലായോ? അവരുടെ ശല്യം കാരണം നമുക്കിന്ന് വളരാനൊക്കുന്നില്ല. അതിന് ക്ഷമ ചോദിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ധൃതി വെച്ച് മറ്റുള്ളവർക്കുണ്ട് എനിക്കില്ല, എനിക്ക് മാത്രമല്ല ഇല്ലാത്തതെന്ന് പറഞ്ഞ് കയറിയെടുത്താൽ തരാൻ പിശാചിലുണ്ട് സാധനം. കള്ളച്ചരക്ക് അവൻ്റെ ഇരിപ്പുണ്ട്, പക്ഷെ അത് കൊണ്ടിയായിരിക്കും. നമ്മൾ ആ ദൈവം തരാത്ത ദാനങ്ങൾ ബന്ധനമായിരിക്കും. അത് നമുക്ക് എന്നും ശല്യമായിരിക്കും. അതുകൊണ്ടെല്ലാം അത് ബലിയിടത്തിലേക്ക് വെച്ചേക്കാവോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെയും നമ്മുടെ പൂർവികരുടെയും അകാലത്തിൽ അവിശ്വാസത്തിൽ അത്യാഗ്രഹത്തിൽ തേടി പിടിച്ച് നമ്മുടെ ബലിയിടത്തിലോട്ട് വെച്ചിട്ട് എനിക്ക് നിന്നെ മാത്രം മതി, നിന്നെ മാത്രമേ ഞാൻ നീ തരുന്നതോളം മതി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ നിന്റെ മേലെ നിർമ്മല ജലം തളിക്കും, നിർമ്മല രാജ്യത്തിൽ പുതിയ ഹൃദയം തരാമെന്ന് പറഞ്ഞു. പുതിയ ഹൃദയം വേണോ? യഗസ്കേൽ 36:25 നിവർത്തിയാകാൻ വേണ്ടി വെള്ളം തളിച്ചുകൊണ്ട് വരാൻ പോവുക. എനിക്കും കൂടി ആ പുതിയ ഹൃദയം തരണം, മാതാവിൻ്റെ ഹൃദയം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. യേശുവിനെ കിട്ടിക്കഴിഞ്ഞോ, പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞ്, സഭയെ കിട്ടിക്കഴിഞ്ഞ് വല്ലതും നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ 4 സമ്മാനങ്ങൾ. പിതാവിൻ്റെ 1-ാം സമ്മാനം പുത്രൻ, 2-ാം സമ്മാനം പരിശുദ്ധാത്മാവ്, 3-ാം സമ്മാനം സഭ, 4-ാം സമ്മാനമോ കൂദാശകൾ. ദൈവം മുമ്പേ രാജ്യവും നീതി അന്വേഷിക്കുന്നവർക്ക് ദൈവം കരുതിക്കും ധനം, മാനം, ജീവൻ. താഴ്മയ്ക്കും യഹോഭക്തിക്കുള്ള പ്രതിഫലം ധനവും മാനവും. അപ്പോൾ ധനവും മാനവും ജീവനും കിട്ടുന്നതിന് മുമ്പ് താഴ്മ യഹോഭക്തി 100% അത് മാത്രം ശ്രദ്ധിക്കുക. ബാക്കി നമ്മളെ തേടി അതിന് മുമ്പേ കയറിയെടുത്താൽ തരാൻ ആൾ കാണും. പക്ഷേ അത് കെട്ടിയേൽപ്പിക്കാൻ കുറേ നടക്കും. എനിക്ക് എൻ്റെ യേശുവിനെ കിട്ടിക്കഴിഞ്ഞാൽ യേശു എനിക്ക് തരുമ്പോൾ മതി. മണ്ണും പെണ്ണും പുരുഷനും സ്ത്രീയും എല്ലാം വീടും ഒക്കെ ദൈവം തരുമ്പോൾ മതി. അതിന് മുമ്പ് വേണ്ട. മുമ്പ് എടുത്തെങ്കിൽ തിരിച്ചാൽ കൊടുത്തേക്കുന്നോ? അങ്ങനെയാണല്ലോ പുതിയ ഹൃദയത്തിൽ ദൈവമല്ലാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇവിടേക്ക് ചാടിച്ചേരെ. ആ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി വെള്ളം തളിച്ചുകൊണ്ട് ഇപ്പോൾ വരും, ധൂപമീശിക്കൊണ്ട് വരും. അത് സ്വീകരിക്കാനായിട്ട് നമുക്ക് മാതാവിന് ശനിയാഴ്ച നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. നമ്മുടെ ദേഹത്തിൻ്റെയും ദേഹിയുടെയും ആത്മാവിൻ്റെയും രക്ഷ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള കാര്യം ഇന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്മുടെ എല്ലാവരുടെയും ആത്മാക്കളെ രക്ഷപ്പെട്ട് കഴിഞ്ഞു. അത് നിങ്ങളറിയാവുന്ന കാര്യം. നമ്മുടെ ആത്മാക്കളെ വഹിച്ചുകൊണ്ടാണ് യേശു കാൽവരിയിൽ മരിച്ചത്, ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തത്. ലോകാരംഭത്തിലേ നമ്മുടെ ആത്മാക്കളെ സൃഷ്ടിച്ച് പുത്രൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു എന്ന് എഫേസ്യർ 2:10 എഴുതിയിരിക്കുന്നു. 1-ലും 2-ലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന കൂട്ടത്തിൽ നമ്മുടെ ആത്മാക്കൾ സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നുണ്ട്. ഒരൊറ്റ അങ്ങ് കഴിഞ്ഞു. ആ ആത്മാവ് വന്ന് വസിക്കേണ്ടത് നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട പ്രാണനില്ല. ആ പ്രാണനും ആത്മാവും കൂടെ വന്ന് ശരീരത്തിൽ വസിക്കുമ്പോൾ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമാകും. കാര്യം മനസ്സിലായോ? അപ്പം പെട്ടെന്ന് നമ്മളുടെ ഒരു ശ്രമവും ഇല്ലാതെ സൗജന്യമായി കിട്ടുന്ന രക്ഷയാണ് നമ്മുടെ ആത്മരക്ഷ. യേശു നമ്മളെ വഹിച്ചുകൊണ്ട് അനേക നൂറ്റാണ്ടുകൾ, അനേക യുഗങ്ങൾ പിതാവിൻ്റെ സന്നിധിയിലിരുന്നു. കന്യാമറിയാവിനെ കിട്ടിയപ്പോൾ, കന്യാമറിയാവെന്ന് ശരീരം ധരിച്ചപ്പോൾ ആ ശരീരത്തിൽ ആരും കൂടി ഉണ്ടായിരുന്നു? നമ്മുടെ ആത്മാക്കളോട്.
അപ്പോൾ യേശു കന്യാമറിയാമിൽ ജനിച്ച് വളരുന്ന സമയത്ത് നമ്മുടെ ആത്മാക്കൾ ആ കൂട്ടത്തിൽ യേശുവിൻ്റെ അകത്തുണ്ടായിരുന്നെന്ന് ആ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ആ യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് 2 എഫേസ്യർ 2-ാം അധ്യായത്തിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട 7-8 വാക്യങ്ങളിൽ നമ്മളെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. കൃപയാലല്ല വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് നമ്മുടെ കൃപയാൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടത് നമ്മൾ മാമോദീസായിൽ യേശുവിനെ ഏറ്റുവാങ്ങിയതോടുകൂടെ ആ യേശുവിൻ്റെ ഉള്ളിലുള്ളതായ നമ്മുടെ ആത്മാക്കളും കർത്താവിൻ്റെ ആത്മാവും നമ്മളെ സ്വർഗ്ഗത്തിൽ ഇരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കാലത്തികമെങ്കിൽ കർത്താവ് അത് ചെയ്തു. സൗജന്യമായ ആത്മാക്കൾ രക്ഷപ്പെട്ടു. ശരീരം ഇപ്പം രക്ഷപ്പെടുകയില്ല. അത് കണ്ണടച്ച് തുറക്കുന്നതിൽ രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ യേശുവിൻ്റെ വരവെങ്കില ശരീരം ഇപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ശരീരം ഈറ്റുന്നോടിരിക്കുകയാണ്. യേശുവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ മധ്യാകാശത്തിൽ കർത്താവ് വരുമ്പോൾ നമ്മുടെ ശരീരം മരിച്ചിട്ടില്ലെങ്കിൽ അത് രൂപാന്തരപ്പെടും. കല്ലറയിലാണെങ്കിൽ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട്. അപ്പോൾ ശരീരത്തിൻ്റെ രക്ഷയെക്കുറിച്ച് വിഷമിക്കണോ? എന്നാൽ ഭയത്തോടും പ്രേതയോടും കൂടെ പ്രവർത്തിക്കേണ്ട രക്ഷയാണ് നമ്മുടെ പ്രാണരക്ഷ. അതെവിടെ എഴുതിയിരിക്കുന്നത്? ഫിലിപ്പിയർ 2:12. അപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട വളരെ പയ്യെ നടക്കുള്ള കാര്യം. ആത്മരക്ഷ കർത്താവ് സൗജന്യമായിട്ട് നടത്തി. ശരീരത്തിൻ്റെ രക്ഷ കർത്താവിന് വരുമെങ്കിൽ പെട്ടെന്ന് നടക്കും. പിന്നെ പെട്ടെന്ന് നടക്കാത്ത പണി ഏതാ? പ്രാണരക്ഷ. അതിനൊത്തിരി സമയമെടുക്കും. അവിടെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പ്രാണരക്ഷയ്ക്കാണ് സമയം മുഴുവൻ വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 2:12 പറയുന്നത്, ഭയത്തോടും പ്രേതയോടും കൂടെ നിങ്ങൾ രക്ഷയ്ക്കായി ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നുള്ള ദൈവമല്ല തിരുവുള്ള ഉണ്ടായി. നമ്മുടെ ഇച്ഛയും പ്രവർത്തനവും പരിശുദ്ധാത്മാവിനെ അനുസരിച്ചായിരിക്കണം. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമായ പാതാളത്തിൽ പോകും. ദൈവiഷ്ടപ്രകാരം പ്രവർത്തിച്ചാൽ സ്വർഗത്തിലേക്ക് പോകും. ഈ വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ജയിച്ചാലേ നമുക്ക് കർത്താവിൻ്റെ കല്യാണത്തിന് പോകാനൊക്കെ പോകുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഫിലിപ്പി ലേഖനം 2:12 അനുസരിച്ച് എല്ലാ ദിവസവും പേടി വേണം. ഇന്നത്തെ പ്രാൺ പാതാളത്തിൽ പോകുമോ? പാതാളത്തിൽ എങ്ങനെ പോകുന്നത്? സ്വയാശ്രയം 49:13 സങ്കീർത്തനം 49:13 അനുസരിച്ച് സ്വയാശ്രയത്തിലൊരു കാര്യം ചെയ്താൽ ഞാനിങ്ങനെ ചെയ്യും, ഞാനത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ധിക്കാരത്തോടെ അഹങ്കാരത്തോടെ ചെയ്യുമ്പോൾ എന്നാ ചെയ്യുന്നത്? പ്രാണനെ പാതാളത്തിൽ കളയുക. എല്ലാം നിൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. കർത്താവ് പോലും ഗെത്സമനാത്തോടത്ത് എനിക്ക് മേലാന്ന് പറഞ്ഞപ്പോൾ എന്നാലും എൻ്റെ ഇഷ്ടമല്ല. ആ മനോഭാവമുള്ളവർക്ക് പ്രാണനെ രക്ഷിക്കാൻ. അപ്പോൾ അങ്ങനെയല്ലാത്ത എത്ര ദിവസം നമുക്ക് കാണും? എത്രയും വേഗം ആ ദിവസങ്ങളെ ഓർത്തുകൊണ്ട് കഷ്ടാനുവാഴ്ചയിലേക്ക് പ്രവേശിക്കുക. നാളത്തെ ഓശാന പെരുന്നാളിൽ യേശുവിനെ രാജാവായി അംഗീകരിച്ചാൽ യേശു നമ്മുടെ എല്ലാ മണ്ഡലങ്ങളെയും ശുദ്ധീകരിക്കും. കോണിനെയും മൂലയും കൂടി ശുദ്ധീകരിക്കുമെന്ന് യെശയ്യാ 41:9 നമ്മുടെ ജീവിതത്തിന് കോണുകളും മൂലകളും ഉണ്ട്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? നമ്മുടെ വീടിന് കോണും മൂലയൊക്കെ ഇല്ലേ? കോണിൻ്റെ ഉപയോഗം എന്നാ? വേസ്റ്റ് സാധനം തള്ളാനുള്ള നല്ല സ്ഥലമാണ്. വീട്ടിലെ നടുക്കത്തെ മുറിയിലൊക്കെ കിടക്കുന്ന വൃത്തികേട് സമയമില്ലാത്തപ്പോൾ ചെയ്യുന്ന പണി തന്നെ കൂട്ടുതൂത്ത് മൂല കൊണ്ട് വെക്കും. അങ്ങനെ സമയമുള്ള കാലത്താണ് ഇതെല്ലാം കുടിശ്ശിക തീർത്ത്. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ മൂലകളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാപങ്ങളുണ്ട്, അശുദ്ധികളുണ്ട്. അവിടെ ചത്ത് കിടക്കുന്ന പ്രാണക്കുട്ടികളും കാണും. സ്വയാശ്രയത്തിൽ നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രാണനെ നമ്മുടെ ഹൃദയത്തിൻ്റെ കോണിൽ നിന്ന് ശേഖരിക്കാമെന്നാണ് പറഞ്ഞത്. എത്ര വാക്യ? 41:9 വാക്യം. 41 യെശയ്യാ 40:9 കർത്താവ് അതിരുകളിൽ ദൂരേക്ക് ചെതറിപ്പോയതിനെ അവിടെ പോയി എടുക്കും. വീടിൻ്റെ കോണുകളിൽ കിടക്കുന്നതിനെ അവിടെ വന്ന് തപ്പി പിടിച്ചെടുക്കും. അതിനാണ് പള്ളിയിലൊക്കെ കോർണർ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. പള്ളികളിലൊക്കെ കോർണർ മീറ്റിംഗ് വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാം? എല്ലാ പള്ളിയിലും കോർണറിൽ മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന പാർട്ടികളുണ്ട്, മൂലയിൽ ഒതുങ്ങിക്കിടക്കുന്ന ജീവികളുണ്ട്, മൂലയിൽ ഒതുങ്ങിക്കിടക്കുന്ന വിലയേറിയ പ്രാണക്കുട്ടികളുണ്ട്. അതിനെല്ലാം തപ്പി പിടിക്കാനാണ് കോർണർ മീറ്റിംഗ്. എന്താ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? 49 പറയുന്നത്. എന്ന് പറയുന്നു, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും മൂലകളിൽ നിന്ന്. അപ്പോൾ അതിനാ കോർണർ മീറ്റിങ്ങിന് പോയാൽ നിങ്ങൾ കോർണർ മീറ്റിങ്ങിന് പോയാൽ മൂലയിലുള്ളത് തപ്പി പിടിച്ച് എടുത്ത് കർത്താവിൻ്റെ അകത്ത് കയറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ 50 നോയമ്പ് അതിനു വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭയത്തോടും മുലയിലോടും കൂടെ ഇനി എത്ര ശതമാനം പ്രാണൻ യേശുവിൽ കയറാനുണ്ട്? അത് ഒന്നിച്ചൊന്നും കയറുകയില്ല. കഷ്ടിച്ചൊരെണ്ണം ചിലപ്പോൾ ഒരു ദിവസം കയറിയെന്നിരിക്കും. അതുകൊണ്ടാണ് 100% പ്രാണനായവരൊന്നും കൈവയ്ക്കാറ്. ആരുടെയും കൈപോകുന്നില്ല. കാര്യം എന്നാ? കുറേശ്ശെ ഇത് കയറുകയുള്ളൂ. പെട്ടെന്ന് കയറിയാൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം വരും. അതുകൊണ്ട് കാട്ടുമൃഗത്തിൻ്റെ ശല്യം വരാതെ കുറേശ്ശെയായിട്ട് എൻ്റെ പ്രാണനെ രക്ഷിക്കുന്നവരെ നീ മാറ്റി വെക്കണമെന്ന് പറയണം. ഇന്ന് വരാഞ്ഞ് നന്നായില്ലേ? എത്രയും വേഗം ഞങ്ങൾക്ക് ക്ഷമ തരണം. കാലത്തികമെങ്കിലെല്ലാം നടന്നാൽ മതി. കർത്താവിനെ കിട്ടിക്കഴിഞ്ഞ് കർത്താവ് പറയുമ്പം കിട്ടിയാൽ മതി. ശത്രുവിനെ കർത്താവ് കാൽച്ചോട്ടി കൊണ്ട് തന്നതിന് ശേഷം ചവിട്ടാവും. അല്ലാതെ ചവിട്ടിയാലൊന്ന് തിരിച്ചടിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാലമുണ്ട്. അതെവിടെ എഴുതിയിരിക്കുന്നത്? റോമർ 16 രീതിയിൽ
വേഗത്തിൽ ചെയ്യാവുന്നൊരു പണി കാൽച്ചോട്ടി പിശാച് വരുമ്പോൾ ചവിട്ടാം വേഗം. പക്ഷേ അല്ലാത്തപ്പോഴോ കാലം കഴിയുന്നതിന് മുമ്പോ അവനെ ഓടിച്ചു കളയുകയോ അവന് സൗന്ദര്യത്തിൽ തള്ളിയിടുകയോ ഒക്കെ ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ വിവേചനപൂർവ്വം വേല ചെയ്താൽ നമുക്ക് കർത്താവിന് കല്യാണമണ്ഡപത്തിൽ എത്താൻ സാധിക്കും. തലകളെ വണക്കാൻ പ്രാർത്ഥിക്കുക. കൊടുത്താട്ടെ, മൈക്ക് അങ്ങോട്ട് കൊടുത്താട്ടെ. ഇന്ന് കേട്ടോ അതിനെല്ലാം പ്രാർത്ഥനയാക്കി മാറ്റണം. കേൾവിക്കാൻ സ്തോത്രം ചെയ്യുന്ന ആരാധിക്കുന്ന കർത്താവെ മഹത്വപ്പെടുത്തുന്നു. നന്ദി പറയുന്നു. ഹാലേലുയ ഹാലേലുയ ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗത്തിലെ പച്ച അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന ഇത്രത്തോളം സമയം കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനും ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം കേൾക്കാനും ഗ്രഹിക്കാനും ഞങ്ങളെ തന്നെ ശോധന ചെയ്യാനും ഞങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കാനും കർത്താവെ ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇത്രത്തോളം സമയം കൂടെ ഇരുന്ന് കർത്താവ് ഇന്നത്തെ വചനപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാനോ ഇരിക്കാനോ ഉള്ള അർഹതയോ യോഗ്യതയോ ഞങ്ങൾക്കില്ലാന്ന് ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവെ, മരിച്ച ലാസറിൻ്റെ അടുക്ക കല്ലറയിലേക്ക് കർത്താവ് വേദനയോടെ കഷ്ടതയോട് കടന്നു ചെന്ന അവസ്ഥ ഞങ്ങൾ കേട്ടല്ലോ. കർത്താവെ ലാസറിൻ്റെ കല്ലറൊക്കെ ചെന്നിട്ട് ചീഞ്ഞു കിടക്കുന്ന വശങ്ങളെ കർത്താവ് ഉയർപ്പിച്ചു. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസറിൻ്റെ പുറത്തു വന്ന് അവൻ്റെ കെട്ടുകൾ കെട്ടിയിരുന്നു. ശിഷ്യന്മാരോട് പറഞ്ഞു കെട്ടിനെ അഴിക്കാൻ കർത്താവെ, കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. അതാണ് കർത്താവെ ഞങ്ങളുടെ പുരോഹിതന്മാരെ ഇന്ന് കെട്ടാനും അഴിക്കാനും കർത്താവാക്കിയിരിക്കുന്നത്. കർത്താവെ ഞങ്ങൾ പാപം ഞങ്ങൾ ഏറ്റുപറയുമ്പോൾ തന്നെ ക്ഷമിച്ചു കിട്ടുമെന്ന് കർത്താവെ സങ്കീർത്തനം 32 പറയുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളെ പറയുമ്പോൾ അതിനൊരു കർത്താവെ ക്ഷമിച്ചു കിട്ടാൻ അതിൻ്റെ കെട്ടഴിക്കണമെങ്കിൽ അതിന് പുരോഹിതന്മാർ വേണമല്ലോ. കർത്താവെ ഇന്ന് ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളെ ഏറ്റുപറഞ്ഞതിന് തൻ്റെ അഭിഷേകത്തിലൂടെ കെട്ടുകളെ അഴിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ അവിടുന്ന് പൂർണ്ണമായി ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുകയാണ്. കർത്താവെ പൂർണ്ണമായി ഞങ്ങളുടെ അഭിഷേകത്തിലൂടെ പാപക്ഷമ തരണം. പുരോഹിതന്മാർക്ക് പാപങ്ങളെ അഴിക്കാനും കെട്ടാനും എല്ലാം കർത്താവ് അധികാരം കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ നിങ്ങൾ കെട്ടുന്നതല്ല സ്വർഗ്ഗത്തിൽ കെട്ടപ്പെടുമെന്നും ഭൂമിയിൽ അഴിക്കുന്നതല്ല സ്വർഗ്ഗത്തിൽ അഴിക്കപ്പെടുമെന്നും പറഞ്ഞ ദൈവമേ, ഞങ്ങൾ പാപത്തിൻ്റെ കൂമ്പാരത്തിൽ വീണ് കിടന്ന് പാപം ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രാണൻ കർത്താവെ പാതാളത്തിൽ വീണ് തീപ്പൊയ്കൾ വീണ് തീയും ഗന്ധവും കത്തുന്ന ആ തീപ്പൊയ്കൾ കിടന്ന് വേവുകയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ നല്ല കർത്താവെ നന്മ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രാണൻ യേശുവിൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുകയാണല്ലോ. കർത്താവെ ഞങ്ങൾ പാപത്തിൽ വീണ് കിടക്കുന്നെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ കർത്താവെ മോഹം ഗർഭം ധരിച്ചും പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്ത് മരണത്തെ പ്രസവിക്കുന്ന ഒരു മരണമുറിയായി പാപത്തിൻ്റെ ഒരു മുറികളായി ഞങ്ങൾ മാറിയിരിക്കുന്നെന്ന് യാക്കോബ് 1:13 പറയുന്ന പോലെ ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അനുസരിക്കാൻ കഴിയാതെ പാവവും മോഹവും ഞങ്ങളെ കയറി പിടിച്ചിരിക്കുന്നു. സ്വയത്തിൽ ആശ്രയിച്ച് ഞങ്ങളുടെ പ്രാണൻ പാതാളത്തിൽ പോയിരിക്കുന്നെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പാതാളത്തിൽ പോയ പ്രാണനെ തിരിച്ചു കൊണ്ടുവരാൻ തക്കണം ദൈവമേ, അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് ലാസറിനെ പുറത്തു കൊണ്ടുവന്ന പോലെ അവൻ്റെ കെട്ടുകളെ അഴിച്ചതുപോലെ ഞങ്ങളുടെ ചീഞ്ഞു കിടക്കുന്ന വശങ്ങളെ ഒന്ന് ഉയർപ്പിച്ച് ആ പാറമേൽ നിന്ന് സ്തുതി എന്ന പാട്ട് പാടുവാൻ തക്കണം ദൈവമേ. അവിടുന്ന് ഞങ്ങളുടെ നാവുകളെ അവിടുന്ന് സ്തോത്രയാഗം കൊണ്ട് നിറയ്ക്കുവാൻ തക്കണം കർത്താവെ. മഹത്വം രക്ഷയും കർത്താവിന് തരുമ്പോൾ കർത്താവ് അതെടുത്ത് കർത്താവെ തിരികെ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തിരിച്ചു തരുമല്ലോ. കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ ആ വാഗ്ദത്തം ഞങ്ങൾ വിശ്വസിക്കുവാൻ തക്കണം. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദാനം കർത്താവെ 75-ാമത്തെ വയസ്സിൽ കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും കുഞ്ഞിനെ കിട്ടാതിരുന്നെങ്കിലും അബ്രഹാമിന് 100-ാം വയസ്സ് വരെ അബ്രഹാം കാത്തിരുന്നെങ്കിലും ആ 100-ാം വയസ്സിൽ ഒരു കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അബ്രഹാം പ്രാർത്ഥനയും കാര്യങ്ങളും മാറ്റി കുഞ്ഞിനോടൊപ്പം കളിയും തിരിഞ്ഞുമായി കഴിഞ്ഞപ്പോൾ നീ സ്നേഹിക്കുന്നതിൻ്റെ മകനെ കൊണ്ട് ബലി കഴിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം ഒന്നും നിരസിക്കാതെ ഇതാ കർത്താവെ ബലിപീഠത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ട് പോവുകയാണ്. കുഞ്ഞ് ചോദിക്കുന്നുണ്ടല്ലോ കർത്താവ് അപ്പം ബലിപീഠത്തിന് വേണ്ട വിറകുണ്ട്, എന്നാൽ ആ ബലിമൃഗം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൈവം കരുതിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് കുഞ്ഞിനെ ബലി കഴിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞ് തിരിച്ച് മറുത്തു പറയാതെ അപ്പനോട് സഹകരിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾ കണ്ടല്ലോ കർത്താവെ. ആ അപ്പനും മകനും വന്ന് നിൻ്റെ അപ്പൻ്റെ ദൈവം എൻ്റെ ദൈവം, എൻ്റെ ദൈവം നിൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം എന്ന് പറയാനുള്ള ഇസ്ഹാക്കിൻ്റെ ആ കൃപ, ആ വിശ്വാസം കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിലും തന്നിട്ട് അബ്രഹാം അങ്ങനെ വിശ്വാസമുണ്ട് പിതാവായതുപോലെ കർത്താവെ ഞങ്ങൾക്ക് ദാനം തന്ന എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുള്ളതെല്ലാം യേശു തരാത്തിനെല്ലാം എടുത്തു കളഞ്ഞിട്ട് യേശു തന്നതിനെല്ലാം ഞങ്ങൾ ബലിപീഠത്തിൽ വെച്ച് അങ്ങനെ യേശു തരുമ്പോൾ ഞങ്ങൾക്ക് മതി. ഇന്ന് ഞങ്ങൾക്ക് തരാൻ വെച്ചിരിക്കുന്നത് മാത്രം ഇന്ന് ഞങ്ങൾക്ക് മതി. ഇന്ന് ഞങ്ങൾക്ക് തരാൻ എന്ത് കർത്താവ് കരുതി വെച്ചിട്ടുണ്ടോ അത് ഞങ്ങൾക്ക് കരുതി തരികയും ഞങ്ങളുടെ പ്രാണൻ ഇന്നത്തെ യേശുവിൻ്റെ ഉള്ളിലായി മാറുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി വിട്ടുതരികയാണ് കർത്താവെ. അബ്രഹാമിനെ പോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതമായി തീരുവാൻ സഹായിക്കണം. ഞങ്ങളെ കുറേശ്ശെയായിട്ട് ഈ ജാതി നീങ്ങി പോകുകയുള്ളൂ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. എളുപ്പം വിട്ടു കഴിഞ്ഞാൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകും. അങ്ങനെ കാട്ടുമൃഗങ്ങളായി ഞങ്ങൾ തീരുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് കാട്ടുമൃഗങ്ങളുടെ സ്വഭാവമുണ്ട്. പലപ്പോഴും ഞങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാതെ വെറുവിറുപ്പിലൂടെ അസൂയയിലൂടെ ഒക്കെ ഞങ്ങൾ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാണിക്കാറുണ്ട് കർത്താവെ. അതിൻ്റെ കാരണം ഞങ്ങൾ കാട്ടുമൃഗങ്ങളായത് വേഗത്തിൽ കർത്താവെ ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാതെ കൂടെ കർത്താവിൻ്റെ വചനം അനുസരിക്കാതെ കർത്താവെ ഞങ്ങൾ കർത്താവിൻ്റെ ദാനത്തെക്കാൾ ഉപരി ദാതാവിനെ സ്നേഹിക്കാൻ കഴിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടമുള്ള വഴിയിലൂടെ പോയി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ സ്നേഹിച്ച് ഇഷ്ടം കണ്ടതും കേട്ടതും ഞങ്ങൾ ഏറ്റെടുത്തതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഞങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചതുകൊണ്ട് ഞങ്ങൾ കാട്ടുമൃഗങ്ങളായി പോയതും ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവെ. ആസാവ് പ്രാർത്ഥിച്ച പോലെ ഞാൻ ഒന്നും അറിയാതെ പൊട്ടനും മൃഗമാകുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞ് കർത്താവെ ഭൂമിയിലും അങ്ങല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് ആസാഫിനെ പോലെ ഞങ്ങളും ഇതാ കർത്താവിൻ്റെ വലം കൈക്ക് കയറി
പിടിക്കുവാൻ കൊണ്ട് ദൈവമേ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് അയച്ച് ഞങ്ങൾ പൂർണ്ണമായി കാട്ടുമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കി ഞങ്ങൾ കാട്ടുമൃഗങ്ങളായ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ തൊക്കണം. യേശുവേ, ഞങ്ങൾക്ക് ഒന്നാം സമ്മാനമായ പിതാവ്, ആ പിതാവ് പുത്രനെയാണ് തരുന്ന ഒന്നാം സമ്മാനം. ആ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് മറിഞ്ഞിരിക്കുന്ന ഒരു നീതിയുണ്ട്. കർത്താവ് പിതാവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പുത്രനെ കിട്ടുമെന്നും പുത്രൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരുമെന്നും ആ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് സഭയെ തരുമെന്നും സഭ ഞങ്ങൾക്ക് മറ്റുള്ള ഉദാസീനം കാര്യങ്ങളെല്ലാം ചെയ്തു തരുമെന്നും അതുവരെ ഞങ്ങൾക്ക് 4ാം സമ്മാനം കിട്ടുന്നോളം വരെ മാറിയിരിക്കണമെന്നും ഞങ്ങളെ പഠിപ്പിച്ചു തമ്പുരാനെ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സമ്മാനമായ പുത്രനെ കിട്ടുന്നോളം വരെ പരിശുദ്ധാത്മാവിനെ കിട്ടി സഭയുടെ അംഗങ്ങളായി ഞങ്ങൾ മാറുന്നോളം വരെയും കർത്താവെ ഞങ്ങൾ മറിഞ്ഞൊളിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ മാറിയിരിക്കാനുള്ള ഒരു മനോഭാവം തരണം. അതുകൊണ്ട് ആദ്യം ഞങ്ങൾക്ക് വേണ്ടത് യേശുവിനെയാണ്. യേശുവിനെ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് സകലതും മതി. സാത്താനെ വേഗം കാൽക്കീഴെ ചവിട്ടിക്കളയുമെന്ന് പറഞ്ഞ വചനത്തിൽ അത്ഭുത ശക്തിയാൽ ഇന്ന് നീറ്റു വളർത്തി തിന്മയുടെ ശക്തികളെല്ലാം തൻ്റെ അഭിഷേകത്തിലൂടെ ചവിട്ടാൻ ഭാഗമാകുന്നവരും വരെ അതിനെ മാറ്റിവെച്ചിട്ട് ഭാഗമാകുന്നതിനെ കാൽക്കീഴെ കൊണ്ടു തരുമ്പോൾ അതിനെ ചവിട്ടി കർത്താവെ അവിടുന്ന് അതിൻ്റെ പ്രാണനെ എടുത്ത് കർത്താവിൻ്റെ ഉള്ളിലാക്കി തീർക്കുവാൻ കാരണം ഞങ്ങളെ നഷ്ടപ്പെട്ട് വലിച്ചെടുത്ത പ്രാണനെ കർത്താവെ തിന്മയുടെ ശക്തിയിൽ നിന്ന് വലിച്ചെടുത്ത് ആ പ്രാണനെയല്ല യേശുവിൻ്റെ ഉള്ളിലാക്കുവാൻ കാരണം ദൈവമേ ഇന്ന് അങ്ങ് ചെയ്യുന്ന വലിയ വേലകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അങ്ങനെ കർത്താവ് ഞങ്ങൾക്ക് നിർമ്മല ജലം തളിച്ചല്ലോ. ഞാൻ നിങ്ങളെ പുതിയൊരു ഹൃദയം തരുമെന്നും പുതിയ ആത്മാവിനെ തരുമെന്നും നിർമ്മലരായി നിങ്ങൾ തീരുമെന്നും നിർമ്മല ജലം തളിച്ച് ഞങ്ങളെ ഇന്ന് വിശുദ്ധരാക്കി മാറ്റി അങ്ങയുടെ ഭണ്ഡാരത്തിൽ ഇരുത്തിക്കൊണ്ട് കർത്താവെ ഞങ്ങളെ പൂർണ്ണമായി ലാസറിനെ പോലെ ഉയർപ്പിച്ച് കർത്താവിനോടുകൂടെ പന്തിയിലിരുന്നാനും നീ എന്നോടുകൂടെ പർദീസായിലിരിക്കുമെന്ന് പറഞ്ഞ പർദീസായുടെ അനുഭവം കർത്താവെ യോശുവായും കാലേബും കർത്താവെ കാണാൻ കനാൻ ദേശത്ത് പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്തിച്ചേർന്നതുപോലെ ഞങ്ങളെ അവിടുത്തെ പർദീസായിലെ സ്വർഗത്തിൽ എത്തിച്ചേർക്കുന്നുള്ളവരാ ഞങ്ങൾ കാത്തിരുന്ന ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ വരവ് മാറ്റിവെച്ചത് ഞങ്ങളുടെ ഒരുക്കത്തിന് വേണ്ടിയായിരുന്നു. ഇന്ന് കർത്താവ് വന്നാൽ ഞങ്ങൾക്ക് വരാനുള്ള യോഗ്യതയില്ല കർത്താവെ. ഞങ്ങളുടെ ശരീരം ആത്മാവും ശരീരവും മനസ്സും കർത്താവ് ദേഹവും ദേഹി ആത്മാവും കർത്താവിലായി തീർന്നിട്ട് ശരീരം ഇരുവരെയും ഒന്നും രൂപാന്തരപ്പെട്ടിട്ടില്ല. കർത്താവ് വരുമ്പോൾ നൊടി നേരത്ത് അത് ആകാശത്ത് പറഞ്ഞു തരേണ്ടതാണല്ലോ കർത്താവെ. മധ്യാകാശത്തിൽ വരുന്ന കർത്താവിൻ്റെ അടുക്കൽ വരേണ്ടതാണ്. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അത് കല്ലറയിൽ ജീവിച്ചെഴുന്നേൽക്കുമല്ലോ കർത്താവെ. അങ്ങനെ ഞങ്ങളുടെ പ്രാണം മുഴുവനും കർത്താവിൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് ഞങ്ങൾ കർത്താവിനോടും കർത്താവ് ഞങ്ങളോടും കൂടെ പന്തിയിലിരിക്കുവാൻ ഇന്ന് ഞങ്ങളെ പൂർണ്ണമായി ദൈവസന്നിധി വിട്ടുവരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഒന്നും വേണ്ട കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടത് യേശുവിനെയാണ്. യേശുവിനെയല്ല ഞങ്ങൾക്ക് ആരെയും വേണ്ട, ഒന്നിനെയും വേണ്ട, ഒന്നും വേണ്ട. യേശുവിനെ മാത്രം ഞങ്ങൾക്ക് മതി. യേശു തരുന്നത് മതി, തരുന്നിടത്തോളം മതി, തരുന്ന സമയത്ത് മതി കർത്താവെ. തരുന്നത് മധുരോ കയ്പായിക്കോട്ടെ, അത് മതി. അതിനുവേണ്ടി പൂർണ്ണമായി ഞങ്ങളെ വിട്ടുതന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ ഇന്ന് തീറ്റുവളർത്ത് വളർത്ത തിന്മയുടെ ശക്തികൾ ഇന്ന് എൻ്റെ അഭിഷേകത്തിലൂടെ ചവിട്ടണ്ണ ചവിട്ടി മാറ്റിക്കെട്ടി പകരം കൊടുത്ത് സമുദ്രത്ത് വിട്ട് ഇന്ന് ചെയ്ത വലിയ വേലകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി ഞങ്ങളെ പൂർണ്ണ മൂലയിൽ നിന്നും ഞങ്ങളെ കൂട്ടിവെച്ചിരിക്കുന്ന എല്ലാം മാറ്റി ഞങ്ങളെ പൂർണ്ണമായി ഏറ്റെടുത്ത് കർത്താവിൻ്റെ കാത്തിരിപ്പിൽ കൃപയാലല്ലോ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ആ കൃപയുടെ വിശ്വാസത്തിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ജയം തന്ന ദൈവത്തിന് സ്തോത്രം പാടിക്കൊണ്ട് ഇച്ഛിക്കുന്നവനാലല്ലോ ഓടുന്നവനാലല്ല സകലവും ദൈവത്തിൻ്റെ കരുണയാൽ യാചിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അനുഗ്രഹത്തിനായി നന്ദി ഇരുമേനി മാനവ മഹത്വം നടക്കണം മരവിനെ ഒരുക്കണം യേശുവിനാമം തന്നെ. നാളത്തെ ഹോശാനയുടെ ശുശ്രൂഷ 8:30 മണിക്ക് വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കും. ഹോശാനയുടെ പ്രത്യേക ശുശ്രൂഷ കർത്താവിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള ഓർമ്മ കഴിഞ്ഞ് നിന്നാൾ സ്തുതിയുടെ രാജകുളം ചൊല്ലുന്നതിന് മുമ്പ് നടത്തുന്നതായിരിക്കും. അതുകൊണ്ട് നാളെ ഉപയോഗിക്കാനുള്ള പുഷ്പങ്ങളും കുരുത്തോലകളും ഒക്കെ എത്രയും നേരത്തെ എത്തിക്കുക. ഒരു പ്രത്യേക പൊതുകെട്ടൂടെ കൊണ്ടുവരണം. എന്തിനാണെന്നറിയാമോ? കർത്താവിൻ്റെ ആദ്യത്തെ ഓശാന പെരുന്നാൾ കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ബെഥാനിയയിൽ പോയി കിടന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഒന്നും കഴിക്കാതെ ഇറങ്ങി. പോയ വഴിക്ക് നല്ലവണ്ണം വിശന്നപ്പോൾ ഒരു അത്തിയെ കണ്ടു, തളത്ത് നിൽക്കുന്ന അത്തി. അടുത്ത് ചെന്നപ്പോൾ ഒന്നും കണ്ടില്ല. നിന്ന് ആരും കഴിക്കാതെ പോട്ടെ, കത്തിപ്പോയ അത് ഉണങ്ങിപ്പോയെന്നാണ് പറയുന്നത്. ഓശാന കഴിഞ്ഞ് കർത്താവിനൊരു വിശപ്പ് വരും. അപ്പോൾ കുരുത്തോലയും പുഷ്പം മാത്രം കൊണ്ടുവന്നാൽ പോരാ, ആത്മഫലത്തിൻ്റെ ഒരു പാക്കറ്റും കൂടെ കൊണ്ടുവരണം, ചീത്തയാകാതെ. അത് കർത്താവിനെ കൊടുത്തു വിടണം. കർത്താവ് പിറ്റേ ദിവസം അത് വിശക്കുമ്പോൾ കഴിച്ചോളൂ. അല്ലെങ്കിൽ കഴിക്കാനൊന്നും ഇല്ലെങ്കിലോ നമ്മുടെ ഓശാനയുടെ ഇല മാത്രം കണ്ടാൽ കർത്താവിന് വരും വല്ലതും കഴിക്കാൻ. ഓശാനയുടെ ഇലയും ഓശാനയുടെ പാട്ടും ഒക്കെ കേട്ട് കഴിയുമ്പോൾ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് കർത്താവിന് വരും. കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകാതെ പോകട്ടെ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സഭയുടെ ഈ വഴക്ക് തീരാത്തത്. കേസും വഴക്കും തീർന്നോ? അമ്മായിമ്മ പോരെ, നാത്തും പോരെ, അപ്പൻ പോരെ, അമ്മ പോരെ, എന്തെല്ലാം പോരുകളാണ്. ഇതെല്ലാം മാറാത്തതിൻ്റെ കാര്യമല്ല, ശാപം കിട്ടിക്കാണും. അതുകൊണ്ട് നമുക്ക് വെറും ഓശാന പാടിയാൽ പോരാ, കർത്താവിനുള്ളൊരു പാക്കറ്റ് ഫലവും കൂടെ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമതയ, പരോപകാരം, വിശ്വസമയം. ഈ ഒറ്റ കൊല ഒരു പാക്കറ്റിനകത്ത് പ്ലാസ്റ്റിക് കൂടിനകത്താണെങ്കിൽ ചീത്തയാകാതിരിക്കും. എന്താ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എടുത്തുകൊണ്ട് വരികയാണെങ്കിലേ കർത്താവിനെ തണുപ്പോടെ കൊടുത്തു വിടാം.
ശാപം കിട്ടുകയില്ല. ഇത്രയും നാളത്തെ ശാപം മാറി കിട്ടുകയും വേണം. അങ്ങനെ കർത്താവിന് വരാൻ ധൃതി വെച്ചിരിക്കുക. വേഗം വരും. കർത്താവ് രണ്ടാമത് വരാനുള്ള ലക്ഷണങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ കൊല്ലമെങ്കിലും ശാപം കിട്ടാത്ത ഓശാന നടത്താൻ ഒരുങ്ങി വേണമെന്ന കാര്യം. ഇത്രയും പോലെ ഇന്നത്തേക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ.